ഞായറാഴ്ച പുലർച്ചെ മ്യാൻമാർ പ്രദേശത്തിനുള്ളിലെ ഉൾഫ ഐ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം ഇൻഡിപെൻഡന്റ്, അതുപോലെ NSCN-K നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഹപ്ലാൻ എന്നീ സംഘടനകളുടെ താവളങ്ങളിൽ ഇന്ത്യൻ സൈന്യം വൻ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സൈന്യം തീവ്രവാദ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ആക്രമണത്തിൽ 3 മുതിർന്ന നേതാക്കളെ നഷ്ടപ്പെട്ടതായി ഉൾഫ ഐ അറിയിച്ചു. ഇന്ത്യ മ്യാൻമാർ അതിർത്തിക്കുള്ളിലെ നാഗാ സ്വയംഭരണ മേഖലയിലെ ക്യാമ്പുകളെയാണ് ആക്രമണം ലക്ഷ്യമിട്ടത്. സർജിക്കൽ സ്ട്രൈക്കുകളിൽ 100-ലധികം ആളില്ലാ ആകാശവാഹനങ്ങൾ ഉപയോഗിച്ചതായി സ്രോതസ്സുകൾ പറയുന്നു. മ്യാൻമാർ സൈന്യവുമായുള്ള ഏകോപനത്തോടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ചില ക്യാമ്പുകൾ ഹൊസായത് ബസ്തിയിലെ ഉൾഫ ഐയുടെ ഈസ്റ്റേൺ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, വക്താം ബസ്തിയിലെ 779 ക്യാമ്പ് എന്നിവയായിരുന്നു. സംഘടനയുടെ മറ്റു 2 ക്യാമ്പുകളും ഓപ്പറേഷനിൽ ആക്രമിക്കപ്പെട്ടു. ഉൾഫ ഐയുടെ ഉന്നത കമാൻഡറായ നയൻ മേധി അല്ലെങ്കിൽ നയൻ അസോം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരേഷ് ബർവ നയിക്കുന്ന നിരോധിത സംഘടനയുടെ പ്രധാന തന്ത്രജ്ഞനും സൈനിക പരിശീലകനുമാണ് അദ്ദേഹം. അതുപോലെ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി NSCN-K ക്യാമ്പുകളും ആക്രമിക്കപ്പെട്ടു. നിരവധി മൊബൈൽ ക്യാമ്പുകളിൽ പുലർച്ചെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഉൾഫ ഐ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നു. അവർ ഡ്രോൺ ആക്രമണം സ്ഥിരീകരിച്ചു. ഒരു മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ഏകദേശം 19 പേർക്ക് പരിക്കേറ്റതായി സംഘടന അറിയിച്ചു. പുലർച്ചെ 2 മുതൽ 4 വരെ നാഗാലാൻഡ് മ്യാൻമാർ അതിർത്തിക്കും അരുണാചൽ മ്യാൻമാർ അതിർത്തിക്കും സമീപത്തുള്ള RPF, PLA എന്നിവയുടെ ക്യാമ്പുകൾക്കൊപ്പം അവരുടെ ക്യാമ്പുകളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേലിലും ഫ്രാൻസിലും നിർമ്മിച്ച ഡ്രോണുകൾ ആക്രമണത്തിൽ ഉപയോഗിച്ചതായി ഉൾഫ ഐ പറയുന്നു. എന്നിരുന്നാലും പ്രതിരോധ സേന ഇതുവരെ അത്തരമൊരു ഓപ്പറേഷൻ സ്ഥിരീകരിച്ചിട്ടില്ല. നയൻ അസോമിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ക്യാമ്പിൽ ഒരു മിസൈൽ പതിച്ചതായി പിന്നീട് സംഘടന അവകാശപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ്. തുടർന്നുള്ള മിസൈൽ ആക്രമണത്തിൽ ബ്രിഗേഡിയർ ഗണേഷ് അസോമും കേണൽ പ്രദീപ് അസോമും കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ പറയുന്നു. തങ്ങളുടെ ക്യാമ്പുകളിൽ വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണെന്ന് ഉൾഫ ഐ പറഞ്ഞു. ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് സംഘടന പ്രതിജ്ഞയെടുത്തു. വളരെ കാലത്തിന് ശേഷമാണ് വടക്ക് കിഴക്കൻ മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യൻ സേന ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തുന്നത്. ഈ ഓപ്പറേഷന്റെ പേരാണ് ഡ്രോൺ റെയ്ഡ്. ഇന്ത്യൻ അതിർത്തിയായ മ്യാൻമാറിലെ പ്രദേശം വളരെ കാലമായി മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകൾ ക്യാമ്പ് സ്ഥാപിക്കാൻ ഉപയോഗിച്ചു വരുന്നു. എന്നിരുന്നാലും മുമ്പ് ഇന്ത്യ ഒരു പ്രധാന അതിർത്തി കടന്നുള്ള ഓപ്പറേഷനും നടത്തിയിട്ടില്ല. 2003 ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ച് റോയൽ ഭൂട്ടാൻ ആർമി ഭൂട്ടാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ സമാനമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു.